അനന്യയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയെ അന്വേഷിച്ച് പോകുക കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും ഒരാൾ കുറുക്കൊന്ന് ചാടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ ഒരു കള്ളുകൂടിയനാണ്. അങ്ങനെ കുറുക്കൊന്ന് ചാടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് മാറി, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയും, മാറിയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും, നീ ഇങ്ങോട്ട് വന്ന് ഇറങ്ങി വന്ന് സംസാരിക്കാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയും, ഇയാൾക്ക് മാറാനല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും മിക്കവാറും ഇന്ന് അയാൾ മാറുന്നില്ല കേട്ടോ. നന്ദുവായിട്ട് ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇന്ന് രാത്രി മിക്കവാറും അയാൾ സ്റ്റേഷനിലായിരിക്കും അയാൾ ഉറക്കം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ കനകയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഗോവിന്ദനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കനകയുടെ വിഷമം തോന്നിക്കഴിഞ്ഞാൽ ആ പയ്യൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിനൊട്ടും കട്ടിയില്ലാത്തൊരു പയ്യന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കനകയും പറയുന്നുണ്ട്, നന്ദു ആണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് അവളും ഇങ്ങനെ നടക്കുകയാണ്, ചിലപ്പോൾ അനിയെ അന്വേഷിച്ചിട്ടായിരിക്കും പോയിരിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ കനകയാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മൾ അനിയ കേട്ടോ. അനിയാണെങ്കിൽ ഇങ്ങനെ റെയിൽവേ പാളത്തിൽ കൂടെ നടക്കുന്ന നമ്മളെ അനിയെ നമ്മളെ നന്ദു കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ട്രെയിനും വരുന്നുണ്ട്. അവന് ഇത് കണ്ടിട്ടാണെങ്കിൽ ആകെ ഒരു ഷോക്കോടെ നിൽക്കുന്നത് നമ്മളെ നന്ദുവിനെയും കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.